ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ദളപതി 69 പറ്റിയിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെയ്തിരുന്നു ദളപതി 69 ഓൾമോസ്റ്റ് കൺഫേം ആണ് എച്ച് വിനോദ് എന്ന് പറഞ്ഞിട്ട്. അത് 200% കൺഫേം ആക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. 200% தளபதியோட படமாக இருக்கும். ஸோ கமர்ஷியலாக எல்லாரும் பார்க்குற படமாக இருக்கும். வயசில் இருக்கிற பசங்களும் பார்ப்பாங்க, എല്ലാ அரசியல் കക്ഷികളും பார்ப்பாங்க. ഈ വീഡിയോയിൽ പറയുന്ന പോലെ ദളപതി 69 താൻ തന്നെയാണ് ഡയറക്ട് ചെയ്യണമെന്ന് എച്ച് വിനോദ് ഓപ്പൺ ആയിട്ട് പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. മകുടം അവാർഡ് ഷോയിലാണ് പുള്ളി ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് ഈ ഒരു വീഡിയോയിലൂടെ പുള്ളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും എച്ച് വിനോദ് ദളപതിനെ വെച്ച് ചെയ്യുന്ന ദളപതി 69 എന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്ന ന്യൂസ്. പക്ഷെ പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ അല്ല, ഇത് പക്ക ഒരു കൊമേഴ്സ്യൽ വിജയപ്പെടാന്നാണ് പറയുന്നത്. കാരണം ദളപതി 69 രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് ദളപതിയുടെ അവസാനത്തെ സിനിമയാവുന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നു. KVN പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്, സമന്തിയാണ് നായിക, അനിരുദ്ധാണ് മ്യൂസിക് എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബേസ് ആയിട്ടുള്ള ഒരു വലിയൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ദളപതി എന്നുള്ള ലെവലിലാണ് ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയത്. അപ്പോൾ ആ ഒരു കാര്യം ടോട്ടലി മാറ്റിയിട്ടുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ അല്ല, പക്ക കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് താൻ ഈ സിനിമ മേക്ക് ചെയ്യുന്നതെന്നാണ് പുള്ളി ആ അവാർഡ് ഷോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എച്ച് വിനോദാണ് ദളപതി 69 എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിട്ടുണ്ട്. സോ ഇനി ഈ സിനിമയെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് എല്ലാവർക്കും വരാനുള്ളത്. അനിരുദ്ധിന്റെ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഹൈപ്പ് സിനിമയ്ക്ക് കയറാനും അല്ലെങ്കിൽ വീണ്ടും നല്ലൊരു മ്യൂസിക് ട്രാക്സ് ഈ സിനിമയ്ക്ക് വേണ്ടി വരാനുള്ള കാര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ സമന്ത കുഴപ്പമില്ല, നല്ലൊരു പെയർ തന്നെയാണ്. സമന്ത പെയറായി വന്നിട്ടുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ളതാണ്. അപ്പൊ എച്ച് വിനോദ് എന്താണ് ഈ സിനിമയിലൂടെ പറയാൻ പോണെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അപ്ഡേറ്റ്സിലൂടെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഈ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 5-നാണ് ഗോട്ട് റിലീസ് ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ദളപതി 69 ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ അപ്ഡേറ്റ്സ് വന്നിരുന്നു. നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അവർ പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ ഒക്ടോബറിൽ, അതായത് പൂജവെപ്പിനോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോ തുടക്കത്തിലായിട്ടൊക്കെ പുറത്തുവിടാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ ഇതാണ് ദളപതി 69 പറ്റിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.